ആ വരുന്നു. അളിയ ഭയങ്കര പണിയിലായിരുന്നു. എനിക്ക് വല്ല താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നീ പറഞ്ഞോണ്ടാണ് ഞാൻ വന്നാല്. എടാ നീ ഓക്കെ അല്ലേ? സീറ്റ് പോലെ വന്നിട്ടേക്കെ. ആ എടാ നീ എന്താ സഞ്ജുനൊന്നും വിളിക്കാത്ത? നീ ബാച്ചിലർ പാർട്ടി അറ്റൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞ അവനാകെ പരാതിയാ. എവിടെ നീ എന്നെ വിളിക്കാറില്ല ഇപ്പോൾ. നീ കാണിക്കുന്നൊന്നും ശരിയല്ല കേട്ടോ. ഒരുമാതിരി ബോറിങ് പരിപാടി. നിങ്ങെന്താ പറ്റി? വയ്യേ? ഒന്നുമില്ലടാ, പുതിയൊരു ജോലിക്ക് കയറി. അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടേ. ആണോ? നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഫോണിലെ ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്ത് നല്ലൊരു സോങ് വെച്ച്. നിൻ്റെ എല്ലാം ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടാവുമല്ലോ. സോങ് വേണമല്ലേ? നല്ല മൂടുള്ള പാട്ട് വെക്കട്ടോ. പാട്ട് മൂഡ് വേണമല്ലേ? ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ കയറി പോകുന്നത് ശരിയല്ലല്ലോ. ഇതാ നോക്ക്. വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇത്തിരി വെയിറ്റ് ഇരിക്കട്ടടാ. പിന്നല്ല വേണ്ടും നിന്റെ ഫോൺ അടിക്കുന്നടാ. അത്യാവശ്യമുള്ള ഫോണല്ല, മൈൻഡ് ചെയ്യണ്ട. പിന്നെ അടിക്കണേ. എന്തേലും അത്യാവശ്യം ഉണ്ടാവൂടാ. അത്യാവശ്യമുള്ള കോളൊന്നുമില്ലടാ, പിന്നെ തിരിച്ചു വിളിക്കും. അർജന്റ് ആയതുകൊണ്ടായിരിക്കടാ. വേണ്ട, എടുത്തു നോക്ക്. പിന്നെ എടുക്ക. ഞാൻ വാഴുമൂച്ച് വാഴ്ത്താതെ വേണ്ടും പിന്നെ അടിക്കണേ. ശല്യങ്ങളടാ, ഇവറ്റ എടുത്തില്ലെങ്കിൽ പിന്നെയും പിന്നെ വിളിച്ചോണ്ടിരിക്കും. എടുക്കടാ. ഒരാവശ്യമില്ല, വെറുതെ വെറുപ്പിക്കാനായിട്ട്. എടുത്തു നോക്കടാ. എന്തെങ്കിലും അർജന്റ് ആയിട്ടായിരിക്കും. പിന്നെ വിളിക്കാം, നീ വിട്ടോ. നീ എടുത്തു നോക്കിയാലല്ലേ അറിയുള്ളൂ. കുഴപ്പമില്ലടാ, പിന്നെ വിളിക്കാം. കോള് എടുത്തു നോക്കടാ. ഒന്നും വേണം, നീ വണ്ടി വിട്ട്. എടുക്കടാ. എടുക്കടാ കോള്. ഒരു മിനിറ്റ്, അർജന്റ് പോണമത്തെ. ഒരു മിനിറ്റ് നിൽക്കുന്നേ. കാലൊന്ന് മാറ്റി. നീ എല്ലായിടത്തും പൊക്കി വെച്ച. ഹലോ, വെറുമുത്തെ. എനിക്കെന്തോ പേടിയാവുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ ഇത് എവിടെയാ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്, പണിയിലാണ്. തീർന്നു നിന്റെ പണി. നീ ഇങ്ങനെ ശല്യം ചെയ്ത എങ്ങനെ തീരാനാ മുത്തേ? ഇതങ്ങനെ ഇടയ്ക്ക് നിർത്തി പോരാന്ന പണിയൊന്നുമല്ല. എനിക്കറിയില്ല എൻ്റെ പണി. നിനക്ക് പേടി മനസ്സിലാവില്ല. നീ പേടിക്കണ്ട മുത്തേ, ഞാനില്ല കൂടെ. പിന്നെ അവൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇതൊന്നും വേണ്ടായിരുന്നു. അങ്ങനൊന്നും പറയല്ല മുത്തേ. ശരി, അത് വിട്. 2 ആഴ്ച നമ്മളുമ്മ കണ്ടിട്ട് എന്നൊന്ന് കാണാൻ പറ്റുക. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവന്റെ കുത്തിക്കഴപ്പ്. ഹലോ ഹലോ, കട്ട് ചെയ്തോ? പുല്ല് വരും. എവിടെ പോവാനാ? നിലക്കായത് നേരോ നല്ല നേരോ, നെഞ്ചിൽ പായത് കാമം വിടും ബാണം. എനിക്ക് കിടക്കങ്ങോട്ട്. എന്താ അറിയില്ല, അറിഞ്ഞാണോ?
ആ തന്നെ. ഹലോ. അളിയാ, ഇതല്ലേ സഞ്ജുവിന്റെ എൻഗേജ്മെന്റ്? നമുക്ക് പോണ്ടേ? ഓ ഞാൻ വരുന്നു, ഒരു പണിയില്ല. പണിയൊക്കെ പിന്നെ നീ വാ, പോയിട്ട് വരാം. പോരാത്തിന് വണ്ടിയും കംപ്ലൈന്റ്. നീ പോയിട്ട് വാ. ഞാൻ ഒന്നും പറയണ്ട, വാ ലൊക്കേഷൻ അയച്ചേ, ഞാൻ അതാക്കി. വിട്. അല്ല ഞാൻ പറ, നീ ഒന്ന് കേക്ക്. വരാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ലൊക്കേഷൻ വിട്. ലൊക്കേഷൻ ഇനി ഞാൻ അയച്ച് നീ കണ്ടുപിടിച്ച് വന്നിട്ട് എപ്പോൾ പോവാൻ? നീ ഇപ്പൊ എവിടെ നിൽക്കണേ അത് പറ. ഏടാ ഇവിടെ നമ്മളെ പഴയ കോർപ്പറേഷൻ ബിൽഡിങ്ങിന്റെ അടിയിൽ അവിടെ എന്ത് പരിപാടി? ചെറിയൊരു പരിപാടി. എടാ ആകെ നമ്മൾ കുറച്ച് പേരല്ലോ നാട്ടില്, നമ്മളും കൂടി ഏത് നേരത്താണെന്നാവോ അവന്റെ ഒരു നീലാക്കായല് കായലല്ലാത്ത കായത്. ഇവിടെ മയിരേ. എടാ ഹലോ. ജിനി പോവാണോ? ഹലോ ഹലോ എടാ ഹലോ. ഹലോ. എന്താണ് അവിടെ ഒച്ചപ്പോഴോ? അതൊന്നുമില്ല, സ്റ്റാഫാ. ആ ശരി, നീ അവിടെ ആ ശരി. നീ പറഞ്ഞാണ്. ഏത് ഫോൺ കട്ടിയാണേ? ഇത്ര നേരെ വിളിക്കുന്നു. അവൻ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട് കേട്ടോ. നീ വെള്ളടിച്ച് ബോധമില്ലാതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. അവനെങ്ങാനും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ, കേൾക്കുന്നുണ്ടോ? നീ കിടക്കാണോ? അതെ, നാളെ നമുക്ക് കാണാട്ടോ. ശ്യാമേ, ഞാൻ ഹലോ ഹലോ. എടാ നീ എന്താണോ ഒന്നും മിണ്ടാത്തെ? ദേഷ്യാണോ? ഇത് ദേഷ്യം മാറ്റാൻ എനിക്കറിയാം. നീ വീഡിയോ കോൾ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഹലോ ഹലോ, ഇതാരാ?